കല്ലുത്താൻകടവ് ജംഗ്ഷൻ ഊരാക്കുടുക്കാവുമോ? പാളയം പച്ചക്കറി മാർക്കറ്റ് കല്ലുത്താൻകടവിലേക്ക് മാറുമ്പോൾ ഉയരുന്ന ആശങ്ക ഇതാണ്. എന്നാൽ പച്ചക്കറി മാർക്കറ്റിന്റെ മാറ്റത്തോടൊപ്പം സമഗ്രമായ റോഡ് വികസനവും ഇവിടെ വരികയാണ്. വാഹന ബാഹുല്യം കൂടി കണക്കിലെടുത്തുള്ള റോഡ് വികസനമാണ് ഈ ഭാഗത്ത് വരുന്നത്. കല്ലുത്താൻകടവ് പാലത്തിന്റെ അടുത്തുള്ള ജംഗ്ഷൻ അത് നമുക്ക് വിപുലീകരിച്ചാൽ എത്ര വലിയ വണ്ടിക്കും ഒരു വിഷമമില്ലാതെ ഒടിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ ആ റോഡ് നമുക്ക് വികസിക്കും. കല്ലുത്താൻകടവ് മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി അവിടെ വരാൻ സാധ്യതയുള്ള ജംഗ്ഷന്റെ കഞ്ചക്ഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടി KRFBയുടെ റോഡ് വികസന പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരന്തരമായ കൂടിയാലോചനകൾ നടന്നു വരുന്നു. അക്കാര്യത്തിലും ജംഗ്ഷൻ വിപുലീകരണത്തിന്റെ പ്രവർത്തനങ്ങളും ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. ആ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഇതിന്റെ ഭാഗമായി പരിഹരിക്കപ്പെടും എന്ന് ഉറപ്പാണ്. അപ്പോൾ മാർക്കറ്റ് പുതിയ സ്ഥലത്തേക്ക് മാറുന്ന സമയത്ത് അവിടുത്തെ സൗകര്യം കൂടി നമ്മൾ തന്നെ പറയാൻ സാധിക്കണം. അവിടെ ഇപ്പോൾ കല്ലുത്താൻകടവ് പാലവും അതിനോടനുബന്ധിച്ച് റോഡ് വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ റോഡ് തന്നെ കല്ലുത്താൻകടവ് അരിയടുത്ത് പാലം മുതൽ മാങ്കാവ് വരെ 18 മീറ്റർ റോഡ് വീതി കൂടുമ്പോൾ അവിടെ ഈ നിലവിലുള്ള പാലത്തിനോട് ചേർന്നൊരു പുതിയ പാലം കൂടി വരാൻ വേണ്ടി പോകുന്നു. അപ്പോൾ ജംഗ്ഷൻ വിപുലീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നിലവിലുണ്ടായിരുന്ന പരസ്യ ബോർഡുകളെല്ലാം കോർപ്പറേഷൻ മാറ്റി ആ ജംഗ്ഷൻ വിപുലീകരണത്തിന്റെ ഭാഗമായി കേരള റോഡ് ഫണ്ട് ബോർഡ് വളരെ കൃത്യമായ പ്രോജക്റ്റുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ജയിലും അതിന്റെ പരിസരവും കല്ലുത്താൻകടവ് ജംഗ്ഷൻ കോൺട്രാസ്റ്റ് ഐ ഹോസ്പിറ്റലിന്റെ മുൻഭാഗം കൂടി എടുത്ത് വിപുലമായ ഒരു ജംഗ്ഷനാണ് അവിടെ വരാൻ വേണ്ടി പോകുന്നത്. ഗതാഗത കുരുക്കിൽപ്പെട്ടുഴലാതെ സ്വന്തം വാഹനത്തിലെത്തി സ്വൈര്യമായി പാർക്ക് ചെയ്ത് വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ നിങ്ങൾക്ക് പുതിയ പച്ചക്കറി മാർക്കറ്റിൽ നിന്ന് പച്ചക്കറികൾ വാങ്ങാനാവും.